ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പിലുള്ള ഒരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിയർ വയർ ഉണ്ടല്ലോ അത് കൂടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കളർ വെച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ ആദ്യം കോർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാലയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതേപോലെ 2 ബീഡ്സാണ് കേട്ടോ. 2 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ 2 ബീഡ്സ് വെച്ചിട്ട് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഗിയർ വയർ ഉണ്ടല്ലോ കുറച്ചായിട്ട് എടുക്കാതെ ഒറ്റ ലെങ്ത്തിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ചായിട്ട് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്നറിയോ, നമ്മൾ ചിലയിടത്ത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ ചുറ്റി കെട്ടിയിട്ടൊക്കെ വെച്ച് വീണ്ടും കുറച്ച് പീസ് എടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ അതിൻ്റേതായ അപാകതയും അതിൻ്റേതായ ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഒറ്റ ലെങ്ത്തിൽ എടുത്തിട്ട് ചെയ്താൽ നമ്മുടെ ഹെയർ ബാൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഫിഷിംഗ് വയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഫിഷിംഗ് വയർ, കനം കുറഞ്ഞ് ഫിഷിംഗ് വയർ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഗിയർ വയർ അത്യാവശ്യം ഇത് കോസ്റ്റ്ലിയാണ്. ഫിഷിംഗ് വയർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഡ്സ് ഞാനിവിടെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇതേപോലെ ഒരു ഹെയർ ബാൻഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗോൾഡൻ കളറോ സിൽവർ കളറോ അത് തന്നെ അന്വേഷിച്ച് പോകണമെന്നൊന്നുമില്ല. ഇതേപോലെയുള്ള മെറ്റൽ ഹെയർ ബാൻഡ് ഉപയോഗിച്ചാലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്നാൽ ചുറ്റിയെടുക്കുകയാണല്ലോ. അപ്പോൾ പുറത്ത് കാണുന്ന ആ ഒരു ടൈപ്പ്, അതായത് നമ്മൾ ചില വർക്കുകളിലൊക്കെ നമ്മൾ ഗോൾഡൻ കളർ ഹെയർ ബാൻഡ് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വർക്കിനൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ 2 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് വയ്ക്കുകയാണ് കേട്ടോ. 2 ബീഡ്സ് നമ്മൾ ആദ്യം വെച്ചു, പിന്നെ 2 ബീഡ്സ് എടുത്തത് ക്രോസ് ആയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു വയറ് നമ്മുടെ ഒരു ഹെയർ ബാൻഡുമായിട്ടൊന്ന് വീണ്ടും ചുറ്റിക്കെട്ടുകയാണ്. കാരണം ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം കനമുള്ള ബീഡ്സാണ്. അപ്പോൾ ഈ ഒരു കനമുള്ള ബീഡ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതേപോലെ ഒരു 2 പ്രാവശ്യം ഒന്ന് ചുറ്റിക്കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ ശരിക്കും അത് ഫിക്സ് ആയിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ വർക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഏത് കളർ ബീഡ്സ് വെച്ചിട്ടും നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏത് മോഡൽ ബീഡ്സ് വെച്ചിട്ടും ഇതേപോലെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീഡിയോസിലുള്ള ഈ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ നമുക്ക് വർക്കുകൾ ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വർക്കിനേക്കാളും ശരിക്കും ഭംഗിയുള്ളത് അവർ ചെയ്യുന്ന കുറേ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത്, അറ്റം വരെ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലിനി വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ വർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇതേപോലെ തന്നെ തന്നിട്ടുള്ള സപ്പോർട്ട് തുടർന്നും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് പുതിയൊരു മോഡലായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെന്താണ്, വീണ്ടും മറക്കാത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ വർക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ബൈ ബൈ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.